സൂപ്പർ സിംഗർ ജൂനിയർ 9 ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചിട്ടും സൂപ്പർ സിംഗറിലെ മേഘനക്കുട്ടിയുടെ പ്രകടനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. ഓരോ വരവിലും വളരെ പ്രയാസകരമായ ക്ലാസിക് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രായത്തെ വെല്ലുന്ന അർപ്പണബോധത്തോടെയും മികവോടെയും അവതരിപ്പിച്ചുകൊണ്ട് മേഘനക്കുട്ടി പ്രേക്ഷകർക്കും വിധികർത്താക്കൾക്കു പുറമെ വേദിയിലെത്തുന്ന വിശിഷ്ടാതിഥികളെ വരെ വിസ്മയിപ്പിച്ചിരുന്നു. ഗ്രാൻഡ് ഫിനാലെയിൽ തില്ലാന മോഹനാമ്പാൾ എന്ന ചിത്രത്തിലെ മറൈന്തിരുന്തേ പാർക്കും എന്ന സുശീലാമ്മ ആലപിച്ച് അനശ്വരമാക്കിയ ക്ലാസിക് ഗാനത്തിൻ്റെ അസാധ്യമായ ആലാപനത്തിലൂടെ മേഘനക്കുട്ടി വേദിയിൽ രാഗവിസ്മയം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഗ്രാൻഡ് ഫിനാലെയിൽ ശ്രീനിത, ഹർഷിനി, അക്ഷരാലക്ഷ്മി എന്നിവരാണ് യഥാക്രമം ടൈറ്റിൽ വിന്നറും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റണ്ണറപ്സും ആയത്. സൂപ്പർ സിംഗർ ഗ്രാൻഡ് ഫിനാലെയ്ക്ക് ശേഷം ആദ്യമായി പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മേഘനക്കുട്ടി. സൂപ്പർ സിംഗർ ഗ്രാൻഡ് ഫിനാലെ എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ മനസ്സിൽ നിറയെ ആ ദിവസത്തെ അനുഭവങ്ങളായിരുന്നു. ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർ എൻ്റെ ഫോട്ടോകൾ മഴവില്ല് വിരിയിക്കുന്നത് പോലെ വീശിയതും പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം മതിമറന്ന് ആസ്വദിച്ചതും ബഹളം വെച്ചതും അന്ന് ലഭിച്ച കയ്യടികളും വിസിലുകളും ഇതുപോലൊരു ദിവസം ഇനി ജീവിതത്തിൽ തിരികെ ലഭിക്കുമോ എന്ന് നിശ്ചയമില്ലെന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മേഘനക്കുട്ടി തൻ്റെ വാക്കുകൾ പൂർത്തിയാക്കിയത്. മേഘനക്കുട്ടിയുടെ പാട്ടുകൾ പോലെ തന്നെ ഹൃദയഹാരിയായ വൈകാരിക പ്രതികരണവും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. ரியலாக இந்த டே எனக்கு மறக்க முடியாத ஒரு டே. சூப்பர் சிங்கரோட கிராண்ட் ஃபினாலே. அண்ட் நான் ட்ரெயினில் சென்னையில் ஷூட்டெல்லாம் முடிஞ்சு நான் கோயம்புத்தூரில் போயிட்டுருக்கும்போது எனக்கு மைண்டில் இதுதான் எனக்கு ஓடிட்டு இருந்துச்சு. நான் பாடும்போதெல்லாம் என்னோடய ஃபோட்டோ எல்லாம் வச்சபடி ரெயின்போ மாதிரி வீசிட்டுலாம் இருந்தாங்க. அண்ட் அப்புறம் நாங்கள் எல்லோரும் என்னோடய ஃப்ரெண்ட்ஸ் எல்லோரும் பாடி முடிஞ்சுட்டு நாங்கள் எல்லோரும் என்ஜாய் பண்ணோம். நாங்கள் கத்தினோம், கிளாப் பண்ணோம். அப்புறம் நான் கத்தும் போதெல்லாம் நான் எலிக்குட்டி கத்துற மாதிரி இருந்ததுன்னு எல்லாம் சொன்னோம். விசில் எல்லாம் அடித்து சூப்பராக இருந்தது. இது மாதிரி ஒரு டே இனிமேல் என் லைஃப்பில் கிடைக்குமானே தெரியாது.